വിശുദ്ധരിൽ നിന്നുള്ള ഉപദേശം. ജീവിതം സമാധാനപരമായി ജീവിക്കാനാണ്, വ്യക്തിപരമായ സ്വാർത്ഥതയ്ക്കായി ഭർത്താവിനെയും ഭാര്യയെയും വേർപെടുത്താൻ ഒരിക്കലും ശ്രമിക്കരുത്. മഹാനായ കാഞ്ചി മഹാപെരിയവരുടെ അഭിപ്രായത്തിൽ ദാമ്പത്യബന്ധത്തിൽ ഏർപ്പെട്ട ദമ്പതികളെ വേർപെടുത്തുന്നത് ഏറ്റവും വലിയ പാപങ്ങളിൽ ഒന്നാണ്. ഇത് ദാമ്പത്യ ജീവിതത്തിലെ പരിശുദ്ധ ബന്ധത്തെ നശിപ്പിക്കുന്നു. അവർ മുന്നോട്ട് വെക്കുന്നു, അജ്ഞാനവശാൽ ചെയ്ത പാപങ്ങൾക്ക് പരിഹാരമുണ്ടാകും. എന്നാൽ അറിയാവുന്ന രീതിയിൽ നിർബന്ധിതമായി ചെയ്യുന്ന പാപങ്ങൾക്ക് ഈ ജന്മത്തിലോ മറ്റേതെങ്കിലും ജന്മത്തിലോ വിട്ടുവീഴ്ചയില്ല. അതുകൊണ്ട് മഹാപെരിയവർ ഉപദേശിക്കുന്നു, നീ ജീവനോടെ ഇരിക്കുമ്പോൾ നല്ലത് ചെയ്തുകൊണ്ടു പോകൂ. മഹാത്മാവ് വീണ്ടും പറയുന്നു, വിഭൂതി, ചന്ദനം, ജവാദ് എല്ലാം തേച്ച് ദൈവഭക്തനെന്ന് പുറമേ കാട്ടിയാലും ഹൃദയം പാപത്താൽ നിറഞ്ഞാൽ അതിനൊന്നും ആഴമില്ല. അവർ പറയുന്നു, ദൈവം നിന്നുകൊണ്ടുതന്നെ കൊല്ലും. നീ ഒരുപാട് ക്ഷേത്രങ്ങളിൽ ചെന്നാലും, തിരുനദികൾ, തീർത്ഥങ്ങൾ, കുന്നുകൾ സന്ദർശിച്ചാലും, ഏകാദശി, ഇകെ എന്നിങ്ങനെയുള്ള ഉപവാസങ്ങൾ പാലിച്ചാലും, അന്നദാനം പോലെയുള്ള ധാന്യകർമ്മങ്ങൾ ചെയ്താലും ഹൃദയത്തിൽ പാപം നിറഞ്ഞിരിക്കുന്നുവെങ്കിൽ സത്യമായ മനഃശാന്തി ഒരിക്കലും ലഭിക്കുകയില്ല. മാറ്റത്തിനു പകരം ഈ പാപങ്ങൾ വലിയ ദുരിതങ്ങളിലേക്ക് നയിക്കും. നിന്റെ കുടുംബരേഖ വളരില്ല, മനസ്സിന് വികാസമുണ്ടാകില്ല, വന്ധ്യത, ദീർഘകാല രോഗങ്ങൾ, ചെറുതായ ആയുസ്സും അനുഭവപ്പെടും. ഇതിന്റെ ഫലങ്ങൾ 7 തലമുറകൾ വരെ തുടരുമെന്നാണ് ചൊല്ല്. ബൈബിളിൽ പറയുന്നത് പോലെ പാപത്തിന് ശമ്പളമായി മരണം, പാപികൾ പോകുന്ന ഇടമാണ് പാതാളം. അവന്മാര് ഒരിക്കലും ഗുണം പിടിക്കത്തില്ല. അതും സാധാരണ മരണം അല്ല, വേദനയും ശാപവുമുള്ള മരണം. വള്ളാർ മഹാനായിരിക്കുന്നു. ഹൃദയം കാഠിന്യപ്പെട്ടവരും അറിയാം എന്നിട്ടും പാപം ചെയ്യുന്നവരും ദൂരേന ഗോചരാണ്. അവരെ കാണുകയോ സമീപിക്കുകയോ ചെയ്യുന്നത് പോലും ഭയപ്പെടുന്നു. മരണം വരുമ്പോഴും ആർക്കും അത്തരം ആളുകളെ കാണേണ്ടതില്ല. ബ്രഹ്മാവ് തന്നെ മുന്നിൽ വന്നാലും അത്തരം ആളുകളെ രക്ഷിക്കാനാവില്ല. കണ്ണുകേടായ ശേഷം സൂര്യനമസ്കാരം എന്തുമെന്നുണ്ട്. അതിനാൽ പാപം ഒഴിവാക്കുക. നല്ല മനുഷ്യനായി ജീവിക്കാനായി പഠിക്കൂ. ജീവിതം ഒന്നാണ്, അതിൽ ജീവിക്കാൻ പഠിക്കുക. പിന്നെ ജീവിച്ചിരിക്കുന്നതിൽ അർത്ഥമില്ല. നന്ദി. ആത്മീയ പ്രസംഗങ്ങളിൽ നിന്ന് എടുത്തത്.